ഭക്ഷണം നല്ല സൂപ്പറായിരുന്നു. സ്വന്തം മകൻ സമ്പാദിച്ച് സദ്യ നടത്തുമ്പോൾ അത് കഴിക്കാൻ പ്രത്യേക ഒരു സുഖമൊക്കെ ഉണ്ട്. മോനെ, വയൽ നിനക്ക് ഞാൻ വിട്ടു തന്നു. നീ നന്നായി നോക്കുന്നുണ്ട്. അതേപോലെ കുടുംബകാര്യങ്ങളും നിന്നെ ഏൽപ്പിച്ചാലോ എന്ന് ഒരാലോചന. എടാ, 50 വർഷമായി ഞാനല്ലേ ഇതൊക്കെ നോക്കുന്നത്. നീ എന്നെക്കാൾ നന്നായി ഇതൊക്കെ കൈകാര്യം ചെയ്യും. എനിക്ക് ഈ കുടുംബത്തിലെ എല്ലാവരെയും ചേർത്ത് വെച്ച് ഒരു കുടുംബ ഫോട്ടോ എടുത്ത് വീടിന്റെ മുന്നിൽ തൂക്കണം. അതെൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. എന്നാലേ ഞാൻ ചത്തു കഴിയുമ്പോൾ രണസിംഗം രാജാവായിട്ട് ജീവിച്ചവനാടാ എന്ന് നാട്ടുകാർ പറയത്തുള്ളൂ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇതിനേക്കാൾ വലിയൊരു കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുക. നിന്റെ 2 അമ്മമാരുടെ കണ്ണിൽ നിന്നും നിന്റെ 5 ചേച്ചിമാരുടെ കണ്ണിൽ നിന്നും കണ്ണീര് വരാതെ നോക്കണം. അപ്പൊ എന്റെ കണ്ണിൽ വെള്ളച്ചാട്ടമായിരിക്കും. എന്നെ കയറ്റാതെ പോയോ? നിന്റെ ഒടുക്കത്തെ പോക്കാടാ. 3 മണിക്കൂറായി ഈ ചാക്കും കൊണ്ട് ഞാനിവിടെ നിക്ക. ഇതുകൊണ്ട് ചന്ത വിറ്റിട്ട് വേണം വീട്ടിൽ വല്ലതും വാങ്ങിക്കാൻ. ബസ്സുകാരുടെ കാല് പിടിച്ചാൽ ഈ ചാക്ക് കയറ്റത്തില്ല. ഇതൊന്നും ചോദിക്കാൻ ആരും ഇല്ല ഇവിടെ. എന്താടാ മുത്തശ്ശി വണ്ടി കയറ്റി. പുതുമണവാളാ, കല്യാണ ചക്കൻ വെയിൽ കൊണ്ട് നടക്കണോ? കറുത്തൂലേ? അതെ, ഇനി എന്ത് കറക്കാനാ? അതിവിടെ കല്യാണ സദ്യക്ക് എന്തൊക്കെ ഐറ്റംസ്? നാരങ്ങ വെള്ളവും ബിസ്ക്കറ്റും മാത്രമേ ഉള്ളൂ. കാപ്പിയെങ്കിലും കൊടുക്കാൻ വയ്യായിരുന്നു. ബിസ്ക്കറ്റ് മുക്കി വിഴുങ്ങിക്കൊണ്ട് പോയിരുന്നല്ലോ. അയ്യോ, ഒന്ന് മാറി ചിന്തിക്കടാ. കാശൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. ആരാടാ വണ്ടി അടയുന്നേ? വണ്ടി മാറ്റടാ. അച്ചുകുട്ടാ, കഴിഞ്ഞ ആഴ്ചത്തെ ജല്ലിക്കെട്ട് എങ്ങനെ ഉണ്ടായിരുന്നോ? അതൊക്കെ അടിച്ചു പൊളിച്ചില്ലേ? നിങ്ങളെന്താ നടുറോട്ടി വണ്ടി കൊണ്ട് കളിക്കുകയാണോ? ഫോൺ അടിച്ചാ ചെവി കേൾക്കത്തില്ലേ? എടോ, ബസ് നടുറോഡല്ലേ നിർത്തിയിരിക്കുന്നേ, എന്നിട്ട് വർത്താനം പറയും. മര്യാദയ്ക്ക് വണ്ടി മാറ്റില്ല. ഞാനിപ്പോ പോലീസിനെ വിളിക്കും. ഞങ്ങൾ ദുരസിംഗത്തെ വിളിക്കും. എന്നാടോ വിമാനം പോലെ അങ്ങ് പറത്തിക്കൊണ്ട് പോവാണല്ലോ. നിങ്ങളുടെ ജോലി തടസ്സപ്പെട്ടപ്പോ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ? അപ്പൊ ഞങ്ങളുടെ പണി തടസ്സപ്പെട്ടാൽ ഞങ്ങൾക്ക് ദേഷ്യം വരില്ലേ? എന്താ ഈ മുത്തശ്ശിയെ കയറ്റാതെ പോയ? 3 ചാക്ക് കെട്ട് കയറുന്നിടത്ത് 8 ആൾക്കാരെ കയറ്റാം. കളക്ഷൻ കുറഞ്ഞാൽ ഓണർ എന്നെ വഴക്ക് പറയും. ഞാൻ എന്ത് ചെയ്യാനാ? എന്താ നിങ്ങളുടെ ഓണറിന് ഭക്ഷണം ഒന്നും കഴിക്കണ്ടേ? ഏത് നാട്ടുകാരനാ? ടൗണിലാ. വലിയ കഷ്ടം തന്നെയാ. ആ ചാക്കിലിരിക്കുന്ന കത്രിക ഒന്ന് വിളയിച്ചെടുക്കാൻ എത്ര കഷ്ടപ്പെട്ട് എത്രമാത്രം വിയർപ്പൊഴുകിയിട്ടുണ്ടെന്നറിയോ? എത്ര വർഷമായി കണ്ടക്ടറായിട്ട്? 15 വർഷമായി. ഒരു ദിവസം കർഷകനായിരുന്നു നോക്ക്. അതും വേണ്ട, ഒരു ദിവസം കർഷകന്റെ കൂടെ ഒന്ന് ജീവിച്ചു നോക്ക്. അപ്പം മനസ്സിലാവും കർഷകന്റെ കഷ്ടപ്പാട് എന്താണെന്ന്. ഇവർക്ക് ഇതുപോലെ റോഡിൽ നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഇനി മുതൽ ഈ ബസിന്റെ പുറകിലെ സീറ്റേ കാണാൻ പാടില്ല. നിങ്ങൾക്ക് നല്ലത് മാത്രം വരുവാ മക്കളെ. അങ്ങോട്ട് ഇരിക്കേ, കാലൊക്കെ നീട്ടി വെച്ചിരിക്കണേ. Are you okay, baby?